ബീഹാറിൽ വൻ ജ്വല്ലറി കവർച്ച. അറയിലെ ഗോപാലി ചൌക്കിലെ തനിഷ്ക ഷോറൂമിലാണ് കവർച്ച നടന്നത്. 25 കോടി രൂപയുടെ ആഭരണങ്ങൾ കവർന്നു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങളുമായി വിനിത വിജി ഡൽഹിയിൽ ചെയ്തു. വിനിത, തോക്ക് ചൂണ്ടി മുഖംമൂടി സംഘത്തിന്റെ ഒരു കവർച്ച, അതിൽ 2 പേർ പിടിയിലായെന്ന് മനസ്സിലാക്കുന്നു. എത്ര പ്രതികളുണ്ടെന്നാണ് നിഗമനം? ഇവർക്കെല്ലാം അന്വേഷണം തുടരുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈൽ, 6 അംഗ സംഘമാണ് ഈ കവർച്ച നടത്തിയത്. ഇന്നലെ രാവിലെ 10:30 ഈ ജുവലറിയിൽ ഈ 6 അംഗ സംഘം ഇരച്ചെത്തുകയും ഒപ്പം തന്നെ കയ്യിലുള്ള തോക്ക് ചൂണ്ടിക്കൊണ്ട് ഈ സാധനം വാങ്ങാൻ, ജുവലറിയിൽ ഈ ആഭരണങ്ങൾ വാങ്ങാൻ എത്തിയവരെയും ജീവനക്കാരെയും ഒക്കെ ഈ തോക്കുമുനയിൽ നിർത്തി അവർ ഈ കവർച്ച നടത്തുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ആളുകളോട് കൈ ഉയർത്തി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ സംഘത്തിലെ ബാക്കിയുള്ള ആളുകൾ ഈ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ ബാഗുകളിലേക്ക് നിറയ്ക്കുന്നതും ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ ജുവലറിയിൽ ഗോപാൽ ചൌക്കിലെ ജുവലറിയാണ്. ജുവലറിയിൽ 4 പേരിൽ കൂടുതൽ ഒരേ സമയം അകത്തേക്ക് പ്രവേശനമില്ല. ഇക്കാര്യം മാനേജർ ഇവരോട് സംസാരിച്ചിരുന്നു. തുടർന്നാണ് മാനേജർ പറയുന്നത് ഈ മാനേജറുടെ കഴുത്തിൽ ഈ സംഘം തോക്ക് ചൂണ്ടിയെന്നും ഒപ്പം ഭീഷണിപ്പെടുത്തിയുമാണ് ഇവർ ഉള്ളിലേക്ക് കയറുന്നത്. സുരക്ഷാ ജീവനക്കാരെയും ഈ സംഘം മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജുവലറിയുടെ പുറത്ത് ഇത്തരം മർദ്ദനമൊക്കെ നടന്നതിന് ശേഷമാണ് ഇരച്ചെത്തിയ ഈ 6 അംഗ സംഘം 25 കോടി രൂപയുടെ ആഭരണങ്ങൾ കവർന്നുവെന്നാണ് പറയുന്നത്. ഈ മാല, വള, സ്വർണ്ണാഭരണങ്ങൾ, വജ്രം ഉൾപ്പെടെയുള്ള ആഭരണങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടെന്നാണ് മാനേജർ പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേരെ പിടികൂടിയെന്നാണ് ബീഹാർ പോലീസ് പറയുന്നത്. ബാക്കിയുള്ള 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കം മുൻനിർത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്ന്, ഒരു ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 6 അംഗ സംഘം അതിക്രമിച്ച് കയറി അവിടെയുള്ള ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ബന്ദികളാക്കി കവർന്നത്. 25 കോടിയുടെ ആഭരണങ്ങളാണ്. അതിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്.